ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 3ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ ഒരു സ്റ്റോറിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സ്റ്റോറിയുടെ പേര് ദ ബോയ് ആൻഡ് ദ ബേർഡ്. ബോയ് ആൺകുട്ടിയും ഒരു ബേർഡും. അപ്പോൾ നോക്കാം എന്താണ് ഈ കഥ എന്നുള്ളത്. സോ 3ാം ക്ലാസ്സിലെ മാത്രമല്ല 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നേരെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയി കഴിഞ്ഞാൽ അതായത് ക്ലാസ്സിലെ പ്ലേലിസ്റ്റ് സെക്ഷൻ ലഭ്യമാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ വീഡിയോ ലെസൺസ് നിങ്ങൾക്ക് ലഭ്യമാകും. സോ നമുക്ക് കഥയിലേക്ക് വരാം. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. മുകളിൽ ഇരിക്കുന്ന ആളാണ് റിങ്കു. സോ ക്ലാസ് കഴിഞ്ഞു. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം. ഗോൺ ഹോം, അവർ വീട്ടിൽ പോയിട്ടുണ്ട്. ഫ്രം സ്കൂൾ, സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞു. റിങ്കുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് പോയി. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. റിങ്കു അവൻ്റെ ഫാദറിനെ, അച്ഛനെ കാത്തിരിക്കുകയാണ്. കിയോ കിയോ, റിങ്കു ഹേർഡ് എ സൗണ്ട്. ഒരു ബേർഡിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഒരു കിയോ കിയോ സൗണ്ട് കേട്ടു. റിങ്കു ഹേർഡ് എ സൗണ്ട്. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു, സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ലിറ്റിൽ ബേർഡ്, ലിറ്റിൽ മീൻസ് ചെറുത്. ഒരു ചെറിയ ബേർഡിൻ്റെ, പക്ഷിയുടെ കരച്ചിലായിരുന്നു അത്. ക്രൈ മീൻസ് കരച്ചിൽ. ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിൽ റിങ്കു കേട്ടു. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് കെയിം ഫ്രം എ പൈൽ. പൈൽ മീൻസ് കൂട്ടം. ഓഫ് ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകൾ. അപ്പോൾ മുകളിലെ ഇതിൻ്റെ കൂട്ടിൽ നിന്നും അത് താഴേക്ക് വീണതാണ്. അപ്പോൾ അതിൻ്റെ ദേഹത്തും അവിടെയൊക്കെ ആയിട്ട് എന്താണ് ഒരുപാട് ഡ്രൈ ലീവ്സ് ഉണ്ട്, ഉണങ്ങിയ ഇലകളുണ്ട്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. റിങ്കു എന്ത് ചെയ്തു? സാറ്റ് ഓൺ ഹിസ് നീസ്, ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നു. എന്നിട്ടോ ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ആ ഇലകളിലൂടെ അവന് ശബ്ദം കേട്ടു. പക്ഷേ ഇവന് കണ്ണ് കാണുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കണേ, അത് അവസാനം ശരിക്കും സർപ്രൈസാണ്. പക്ഷെ ഞാൻ ആദ്യം പറയാണ്, റിങ്കു ശരിക്കും കണ്ണ് കാണാത്ത ഒരു കുട്ടിയാണ്, ബ്ലൈൻഡാണ്. അവൻ കണ്ണ് കണ്ടോ? നോക്കുന്നില്ലല്ലോ, കണ്ണ് കാണാൻ കഴിയാത്ത കുട്ടിയാണ്. സോ റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്, അവൻ മുട്ടുത്തിരുന്നു. എന്നിട്ടോ ഹി ഗ്രോപ്ഡ്, അവനിങ്ങനെ തപ്പി നോക്കുകയാണ്. ഗ്രോപ്പ് ചെയ്യുക മീൻസ് തപ്പുക. ത്രൂ ദ ലീവ്സ്, ആ ഇലകൾക്കിടയിലൂടെ തപ്പി നോക്കുകയാണ്. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. സ്റ്റംബിൾഡ് ഇവിടെ അർത്ഥം മുട്ടി. ഇവൻ്റെ ഹാൻഡ്സ് ഉണ്ടല്ലോ, ഇവൻ്റെ ഹാൻഡ്സ്, ഹിസ് ഹാൻഡ്സ് കൈകൾ, സ്റ്റംബിൾഡ് മുട്ടി, ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ് ഒരു പാവം ചെറിയ ഒരു കുഞ്ഞു ബേർഡിനെ മുട്ടി. അപ്പോൾ മ്യോ മ്യോ, പൂച്ചയുടെ ശബ്ദം. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. റിങ്കുവിന് എന്താണ്? ഒരു കാറ്റ്, ഒരു പൂച്ചയുടെ പ്രസൻസ്, സാന്നിധ്യം റിങ്കു മനസ്സിലാക്കി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്. ചിക്ക് പക്ഷിക്കുഞ്ഞാണ്. സോ വിൽ ഇറ്റ് ക്യാച്ച്, ഇറ്റ് ഉദ്ദേശിച്ചത് ആ കാറ്റ്. ആ കാറ്റ് ക്യാച്ച് ചെയ്യോ, പിടിക്കോ ആ ചിക്ക് പക്ഷിക്കുഞ്ഞിനെ? ഹി വറീഡ്, റിങ്കുവിനാകെ ടെൻഷനായി. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. അവൻ ആ പൂച്ച ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞു. ത്രൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, ത്രൂ എന്നല്ല. അങ്ങനെ പല ആൾക്കാർ ഉച്ചരിക്കാറുണ്ട്, തെറ്റാണ്. ഹി ത്രൂ എ സ്റ്റോൺ. അവനെന്ത് ചെയ്തു? റിങ്കു എന്ത് ചെയ്തു? എറിഞ്ഞു. എ സ്റ്റോൺ, ഒരു കല്ല്, അറ്റ് ദ കാറ്റിനെ എറിഞ്ഞു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? റിങ്കു ജെന്റ്ലി പിക്ഡ് ദ ബേബി ബേർഡ്. ജെന്റ്ലി, മൃദുവായി, പതുക്കെ, വേദനിപ്പിക്കാതെ, അതാണ് ജെന്റ്ലി. പിക്ഡ്, എടുത്തു. ദ ബേബി ബേർഡ്, ആ കുഞ്ഞു ബേർഡിനെ, പക്ഷിയെ അവൻ കയ്യിലെടുത്തു. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്. നെസ്റ്റ് മീൻസ് കൂട്. എവിടെയാണ് ഇതിൻ്റെ കൂട്? അവൻ ചോദിക്കുകയാണ്. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്, എവിടെയാണ് ഇതിൻ്റെ കൂട്? വേർ ഈസ് ദ മദർ ബേർഡ്, എവിടെയാണ് ഇതിൻ്റെ തള്ളപ്പക്ഷി, അമ്മ പക്ഷി എവിടെയാണ്? ഹി ലിസൺഡ് കെയർഫുള്ളി. എന്നിട്ട് അവൻ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ കേട്ടു, അത് പിന്നെ ചെവി ഓർത്തു. അമ്മ പക്ഷി ഇവിടെ അങ്ങനെ ഉണ്ടോ, അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹി ലിസൺഡ് കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ആ ട്രീ മനസ്സിലാക്കി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു എന്ത് ചെയ്തു? ആ ലിറ്റിൽ ബേർഡിനെ തൻ്റെ പോക്കറ്റിലിട്ടു. ഇട്ടു. ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്, അവൻ്റെ പോക്കറ്റിലിട്ടു. ഹി ക്ലൈംഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. ക്ലൈംഡ് ഓൺ, ബി എന്നുള്ള ഒരു ലെറ്റർ അതിലുണ്ട് അല്ലേ, അക്ഷരം. അപ്പോൾ ക്ലൈംബ് എന്ന് വായിക്കാൻ തോന്നും അല്ലേ, ക്ലൈംബ്ഡ്, അത് തെറ്റാണ്. ക്ലൈംഡ്, ആ ബി സൈലൻ്റ് ആണ്. സോ ഹി ക്ലൈംഡ് ഓൺ ടു മീൻസ് മരത്തിന് മുകളിലേക്ക് കയറി. ഹി ക്ലൈംഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ടോപ്പ്, ഉയരത്തിലേക്ക് അവൻ കയറി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ്, അവന് ഫീൽ ചെയ്തു. അതായത് അവൻ കണ്ണ് കാണാത്ത കുട്ടിയാണല്ലോ, അവനിങ്ങനെ തൊട്ടാണ് മനസ്സിലാക്കുന്നത്. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ്, അതിൻ്റെ ചില്ലകൾ, ആ മരത്തിൻ്റെ ചില്ലകൾ അവനിങ്ങനെ ഫീൽ ചെയ്തു. ആൻഡ് ലീവ്സ്, ഇലകളും. വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ് കൂട്.
അപ്പോൾ കൂട് എവിടെയാണ് അവൻ ഇങ്ങനെ കൈ കൊണ്ട് തപ്പി തപ്പി ഇങ്ങനെ നോക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം എന്താണ്, അവൻ ആ കൂട് കണ്ടെത്തി, പക്ഷിക്കൂട് കണ്ടെത്തി. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിൽ നിന്നും റിങ്കു എന്ത് ചെയ്തു, ആ ബേർഡിനെ എടുത്തു. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു. അപ്പോൾ അവൻ ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തു. ഹി കെയർഫുള്ളി ശ്രദ്ധയോടെ, ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ്, ആ പക്ഷിയെ വെച്ചു. ഇൻ ദ നെസ്റ്റ്, ആ കൂട്ടിൽ വെച്ചു. ദ ബേബി ബേർഡ് ചിപ്ഡ് ഹാപ്പിലി. ചിപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശബ്ദമാണ്. അപ്പോൾ ചിപ്ഡ് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ശബ്ദമുണ്ടാക്കി ആ കുഞ്ഞു ബേർഡ് ഹാപ്പിലി സന്തോഷത്തോടെ, കാരണം അത് തിരികെ കൂട്ടിലെത്തി. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അപ്പോൾ മദർ ബേർഡ് അവിടെ ഉണ്ട്. അപ്പോൾ മദർ ബേർഡ് ഹാപ്പിയായി. സോ താങ്ക്ഫുള്ളി, നന്ദിയോടെ ആ മദർ ബേർഡ് ആ ബോയിയെ നോക്കി. ബട്ട് ഹി കുഡിൻ സീ ദ ബേർഡ്. പക്ഷേ ഇവന് റിങ്കുവിന് ബേർഡിനെ കാണാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ഹി വാസ് ബ്ലൈൻഡ്. അവൻ അന്ധനായിരുന്നു. കണ്ടോ, ഒറ്റ പിക്ചറിൽ പോലും എന്താണ് അവൻ നോക്കുന്നില്ല, അവൻ്റെ കണ്ണുകൾ കാണുന്നില്ല. സോ അവന് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ കേട്ടോ. അപ്പോൾ കണ്ണ് കാണാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ കണ്ണ് കാണാത്തൊരു കുട്ടിയായിട്ട് പോലും എന്താ അവൻ ഇത്രയും റിസ്ക് എടുത്ത് ഒരു പക്ഷിക്കുഞ്ഞിനെ രക്ഷിച്ചു. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.